ഹായ് ഹലോ എവ്രി വൺ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ജെഫ് ആൻഡ് ജോ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു വീക്കെൻഡ് സ്പെഷ്യൽ അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ തലേദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. മാരിനേഷന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അതുകൂടാതെ കാശ്മീരി ചില്ലി മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് നമുക്ക് ചിക്കൻ ഫ്രിഡ്ജിനകത്ത് കീപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം പിറ്റത്തെ ദിവസം കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മറ്റ് മസാലകളൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇനി ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള, പിന്നെ കറിവേപ്പില, തക്കാളിപ്പഴം, അതുകൂടാതെ മല്ലിയില, വെളുത്തുള്ളി, ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടിയത്. പിന്നെ ഇഞ്ചി വേണം. ഞാൻ ഈ ഇഞ്ചിയുടെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ട്രൈ ചെയ്യുവാണെങ്കിൽ ഈസിയാണ്. കുറച്ച് ക്വാണ്ടിറ്റി ഇഞ്ചിയൊക്കെ കിട്ടുമ്പോൾ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഉപ്പും വിനാഗിരിയും ആഡ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിനകത്ത് അടച്ചു വെച്ച് ഫ്രീസറിൽ വെക്കാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ആക്ച്വലി നമ്മുടെ വർക്കൊക്കെ ഈസി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ഈ ചിക്കൻ റോസ്റ്റിലേക്ക് ആവശ്യമായിട്ട് വേണ്ടിയത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിയാണ്. ഇത് പച്ചമല്ലിയല്ല, ഉണങ്ങിയ മല്ലിയാണ്. അത് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൂടാതെ പെരിഞ്ജീരകം, പിന്നെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾ പൊടി, പിന്നെ ഗരം മസാല, ഇത്രയും മാത്രമാണ് നമുക്ക് വേണ്ടുന്ന ഐറ്റം. അതുകൂടാതെ നമ്മൾ അഡീഷണലായിട്ട് എടുക്കുന്നത് കുരുമുളക് പൊടിയും കൂടിയാണ്. ഈ ഒരു ചിക്കൻ റോസ്റ്റിന് ആക്ച്വലി ഒരു പെപ്പർ ചിക്കൻ്റെ ടേസ്റ്റും ഉണ്ട്, ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് കൂടെ ഉണ്ട്. ഇത് നമുക്ക് മെയിനായിട്ട് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഈവൻ ചോറിൻ്റെ കൂടെ വരെ കഴിക്കാനായിട്ട് പറ്റുന്നതാണ്. നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന ചിക്കനിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ കുക്കിംഗ് പ്രോസസ്സിലോട്ട് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ മല്ലിയും പിന്നെ പെരിഞ്ജീരകവും എല്ലാം കൂടെ വറുത്ത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് പാനൊന്ന് ചൂടാകാം. അതിനുശേഷം നമുക്ക് മല്ലിയും പെരിഞ്ജീരകവും ഇട്ട് കൊടുക്കാം. എല്ലാം ഞാൻ ഓരോരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ആ പച്ചമണം ഒന്ന് മാറി വന്നാൽ മതി. കരിയാൻ പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് നമ്മൾ തണുത്തതിന് ശേഷമാണ് പൊടിച്ചെടുക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുരുമുളക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുരുമുളക് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം വേറൊരു ടേസ്റ്റാണ് വരുന്നത്. അപ്പം ഈ രണ്ട് ഐറ്റം മാത്രം, പെരിഞ്ജീരകവും ഈ പറഞ്ഞ പോലെ മല്ലി മാത്രം നമുക്കൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ഏറ്റവും ചെറിയ കപ്പ്, അതായത് നമ്മൾ ഫൈൻ പൗഡർ ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന കപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. തണുത്തതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, കുരുമുളക് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉണങ്ങി വെച്ചിരിക്കുന്ന കുരുമുളക് ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടാൽ മതി. അതിനുശേഷം ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. നമ്മൾ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ചിക്കൻ റോസ്റ്റിന് ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചിക്കൻ റോസ്റ്റിൻ്റെ പ്രിപ്പറേഷനിലോട്ടാണ് കടക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു കടായി എടുത്ത് അടുപ്പത്ത് വെക്കുക. ഇതും ഇതേപോലെ തന്നെ അടി കട്ടിയുള്ളതാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. കറി കരിഞ്ഞു പോകാതിരിക്കാനായിട്ടും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഒരു കവറിങ് ലിഡ് കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. കാരണം നമ്മൾ മൂടി വെച്ചിട്ടാണ് ഈ ചിക്കൻ വേവിച്ചും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഒരു കവറിങ് ലിഡുള്ള കടായി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം നമ്മുടെ പാത്രം ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് നല്ല നാടൻ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഒക്കെ പ്രിപ്പറേഷന് സമയത്ത് സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യും. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കരുത്. ഈ ഒരു കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ്. ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ആകെ നമുക്ക് ഇത്രയും മാത്രം മതി. അപ്പം നമ്മൾ ആദ്യമേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചെറുതായിട്ടൊന്നൊരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇങ്ങനെ ചെയ്യുന്നത് ചിക്കന് നല്ല ടേസ്റ്റ് കിട്ടാനും ചിക്കൻ പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം അതിനകത്തോട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ പല രീതിയിൽ കുക്ക് ചെയ്യും. ചിലപ്പം ഇങ്ങനെ ഇതേപോലെ തന്നെ
ചിക്കൻ ഫ്രൈ ചെയ്യാതെ മസാലയ്ക്കകത്ത് ഡയറക്റ്റ് ആഡ് ചെയ്യും. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇതേ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ പോലെ എടുക്കാവുന്നതാണ്. കാരണം ഈ മാരിനേഷൻ സിമ്പിൾ മാരിനേഷനാണ്. ഇങ്ങനെ ചെയ്ത് വെച്ച് ചിക്കൻ ഫ്രൈ ഇച്ചിരി ഡീപ്പ് ഫ്രൈ പോലെ ചെയ്തെടുക്കുവാണെങ്കിലും അടിപൊളിയാണ് ചപ്പാത്തിയുടെ ഒക്കെ കൂട്ടത്തിൽ. അപ്പം നമുക്ക് ഇതൊരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒന്ന് പുറം വശം മാത്രം ഒന്ന് പൊള്ളി കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ ബാക്കി പ്രിപ്പറേഷനിലോട്ട് കടക്കുന്നു. അപ്പം ഓരോ വശങ്ങളായിട്ട് ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് റെഡി ആകട്ടെ. ആക്ച്വലി നിങ്ങൾക്കൊക്കെ എന്ത് ടൈപ്പ് ചിക്കൻ കറിയാണ് ഇഷ്ടം? എനിക്ക് കുക്കർ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ചിക്കൻ റോസ്റ്റ്, പെപ്പർ ചിക്കൻ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എപ്പോഴും നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഒരേ സ്റ്റൈലിൽ വെക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി പല റെസിപ്പി ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രസമായിരിക്കും. കാരണം സ്ഥിരം ഒരേ ചിക്കൻ കറി വെച്ച് കഴിയുമ്പം നമ്മൾ ബോറടിക്കും. എനിക്കങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയാനായിട്ട് മടിക്കണ്ട. അപ്പം നമ്മൾ ഏകദേശം ഒരു സൈഡായിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് ഭയങ്കര എളുപ്പമാണ്. ചിക്കനോട് റെഡി ആയി കഴിഞ്ഞാൽ ബാക്കി ഇൻഗ്രീഡിയൻസും നമ്മൾ കട്ട് ചെയ്തെല്ലാം വെച്ചിരിക്കുകയാണല്ലോ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചിക്കൻ മൊത്തത്തോടെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അത്ര ഈസിയാണ്. ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഓയിലിൽ തന്നെ, അതായത് അധികം ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു കറിക്ക്. അപ്പം മറ്റു വശവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് കോരിയതിന് ശേഷം നമ്മൾ ഇതേ എണ്ണയിലോട്ടാണ് നമ്മുടെ ആദ്യമേ കാണിച്ച ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും തക്കാളിപ്പഴമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് അതിൽ തന്നെ ചെയ്യുമ്പം നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതുണ്ടോ, ആ ഓയിൽ അത്രയും തന്നെ ക്വാണ്ടിറ്റിയോളം ഉണ്ട്. അധികം ഒന്നും തന്നെ അബ്സോർവ് ചെയ്തിട്ടില്ല ചിക്കൻ. അപ്പോൾ അതിനകത്തോട്ട് ആദ്യമേ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ആ ഓയിലിന് ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ സബോളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സബോള നല്ല കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. സബോളയ്ക്ക് പകരം ചെറിയുള്ളി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാൻ ആക്ച്വലി എനിക്ക് ചെറിയുള്ളി കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. കാരണം കുറേ സമയം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സബോളയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ജിഞ്ചർ പേസ്റ്റ് ഉണ്ടല്ലോ, അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സബോള നന്നായിട്ട് പെട്ടെന്ന് വഴണ്ട് വരും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിക്കൻ കറിയോ എന്ത് കറി വെച്ചാലും പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഗ്രേവി ടൈപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ സബോള ഇട്ടിട്ടുള്ള കറികൾ വെക്കുമ്പം സബോള നല്ല ഗോൾഡൻ കളറിലോട്ട് ആയതിനു ശേഷം മാത്രം നമ്മൾ തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ഈ ഒരു ഫോമിൽ അത്യാവശ്യം വഴണ്ട് വന്നു കഴിയുമ്പം തന്നെ തക്കാളിപ്പഴം ഇട്ട് കൊടുക്കും. പിന്നെ അതിനുശേഷം സബോള വേഗത്തുമില്ല, ഒരു മധുര ചൊവയായിരിക്കും വരുന്നത്. അത് നമ്മുടെ ചിക്കൻ കറിക്ക് ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടാതിരിക്കാനായിട്ടുള്ള ചാൻസ് വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അറ്റ്ലീസ്റ്റ് ഈ ഒരു കളർ ചേഞ്ചിലോട്ടെങ്കിലും മാറി വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം നല്ലതായിട്ട് ഗോൾഡൻ കളറിലായി കഴിഞ്ഞിട്ട് അതിലാണ് നമ്മൾ ഈ കറി ബാക്കി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ചിക്കൻ കറിക്ക് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏകദേശം നമ്മുടെ സബോളയൊക്കെ നല്ല രീതിയിൽ ഇതായി വന്നിട്ടുണ്ട്. ഗോൾഡൻ കളറിലോട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്ന ഇതിലേക്ക് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ ആഡ് ചെയ്ത് കഴിയുമ്പം ടൊമാറ്റോയ്ക്കകത്തുനിന്ന് കുറച്ച് വെള്ളം കാര്യങ്ങൾ ഊർന്ന് ഇളകും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഈ സബോള വേകുന്നത് ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ് സബോള നല്ലതായിട്ട് വഴണ്ട് വന്നതിന് ശേഷം മാത്രം തക്കാളിപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ തക്കാളിപ്പഴവും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അത് തമ്മിൽ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. തക്കാളിയുടെ ഒരു വേവ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ നന്നായിട്ട് അലിഞ്ഞ് വരണം. അത്രത്തോളം നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഇത് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെൻറ്ററിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കുക. സൈഡിലോട്ട് നമ്മുടെ തക്കാളിയും ഒനിയനൂടെ മാറ്റി വെച്ച് കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ മസാല ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പം തന്നെ അത്യാവശ്യം ഓയിലുണ്ട്. ഞാൻ പിന്നെ വേറെ ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇത്രയും വളരെ മിനിമലായിട്ടാണ് ഓയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് കൂടെയാണ്. മിനിമൽ ക്വാണ്ടിറ്റി ഓയിൽ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ മസാല ഇടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ഫ്ലെയിം കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ മസാല ഇങ്ങനെ 1-2 മസാലകൾ ഇടുന്നുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് നമ്മുടെ
ഇടുന്ന ഐറ്റംസ് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതും നമ്മുടെ കറി സ്പോയിലാക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം വളരെ കുറവിൽ ഇട്ടിട്ട് നമ്മുടെ പൊടികളെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് നമ്മൾ ആ പൊടിച്ച് വെച്ച മല്ലിയുടെ പൊടിയാണ്. മല്ലിയും അതുകൂടാതെ പെരിഞ്ജീരകവും പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന അതാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇനി ഇട്ടാൽ മതി. ഓൾറെഡി നമ്മൾ ചിക്കൻ്റെ അകത്തും ഈ സബോള വഴട്ടാൻ നേരം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. കുറവാണെങ്കിൽ മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. പച്ചമണം ശരിക്കും മാറണം. പച്ചമണം മാറാതെ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. പച്ചമണം മാറി വന്നു കഴിയുമ്പം നമ്മുടെ മല്ലിയില അരിഞ്ഞു വെച്ചതും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ കറിവേപ്പില മാത്രമാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതും നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി എടുക്കുക. മറ്റേ നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ അതിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി അതിൻ്റെ ആ ഒരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ ഇളകാനായിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. തണുത്ത വെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടി ബെറ്റർ നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാനും പറ്റും. പിന്നെ കറിക്ക് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ വെള്ളമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ചിക്കനും ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് മാത്രം ഇനി ഉപ്പിട്ട് കൊടുത്താൽ മതി. ഏകദേശം നമ്മുടെ മിക്സിങ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ആ ഒരു പച്ചമണവും മാറി. പിന്നെ അതേപോലെ തന്നെ ആ ഒരു നമ്മുടെ ഇലകളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ, അതായത് ഓൾറെഡി ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് ഇനി ഇടാനായിട്ട് പോകുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ നന്നായിട്ട് ചിക്കനും ആ ഒരു മിക്സ് എല്ലാം കൂടെ നല്ല രീതിയിൽ ഇളക്കി ചിക്കനിൽ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണ്. പിന്നെ ഈ സമയത്ത് നമ്മൾ ഓൾറെഡി ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ പൊട്ടിപ്പോകാനോ പൊടിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. ഇതുണ്ടോ, ഈ ഒരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇതൊന്ന് ജസ്റ്റ് ചെറിയ ക്വാണ്ടിറ്റി മാത്രം വെള്ളം ആഡ് ചെയ്ത് വെച്ചിട്ട് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്ത് 10 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ ഒരു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് കിട്ടും. പക്ഷെ നമ്മളൊരു കുറച്ചൊരു ഗ്രേവി ഉള്ളൊരു ടൈപ്പാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബാക്കി എടുക്കുന്ന ഇതിൻ്റെ കോമ്പിനേഷന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചിക്കൻ മൂടിക്കിടക്കുന്ന അത്രയും വേണ്ട, ഒരു പകുതി ഭാഗത്തോളം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാവുന്നതാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് നേരം, ജസ്റ്റ് 10 മിനിറ്റ് മതി. ഓൾറെഡി വെന്ത ചിക്കൻ ആയതുകൊണ്ടാണ് 10 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിലോട്ടായി വരും. നല്ല ക്രീമി ആയിട്ട്, അതേപോലെ തന്നെ ആ ചിക്കൻ്റെ അകത്തെ ജ്യൂസ് കാര്യങ്ങളൊക്കെ മസാലയിലേക്ക് ഇറങ്ങി വരുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഫൈനൽ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബോള ചെറിയതായിട്ട് അരിയുക. ഒരു 1/4 ഭാഗം സബോള മതി. നല്ല കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ട് ലാസ്റ്റായിട്ട് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. പിന്നെ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ കൊടുത്ത് നല്ല നാടൻ പൊറോട്ടയാണ് കഴിക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വീക്കെൻഡ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് നമ്മൾ സാധാ വെക്കുന്ന ചിക്കൻ കറിയിൽ നിന്നൊക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആണ്. വീട്ടിലെല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇത് കപ്പയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് പറയാനായിട്ട് മറന്നു പോകണ്ട.